വീട്ടിൽ എളുപ്പത്തിന് തയ്യാറാക്കാൻ പറ്റിയ ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി കണ്ടാലോ. അപ്പോൾ ഇത് 1 kg ആട്ടോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഓൾറെഡി ഫ്രൂട്ട്സ് 6 months സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഓപ്പൺ ചെയ്തപ്പോൾ അടിപൊളി സ്മെല്ലായിരുന്നു കേട്ടോ. നിങ്ങൾക്കും അങ്ങനെ സോക്ക് ചെയ്ത് വെക്കും. നെക്സ്റ്റ് ഇയറിലേക്ക് നമുക്ക് 1 year ഒക്കെ സോക്ക് ചെയ്ത് വെക്കാൻ പറ്റും റമ്മിനകത്ത്. നിങ്ങൾക്കത് ഓറഞ്ച് ജ്യൂസിലോ മുന്തിരി ജ്യൂസിലോ സോക്ക് ചെയ്യാം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് 7 inch ഒരു മോൾഡ് എടുത്തിട്ട് അതിലേക്ക് ബട്ടർ പേപ്പർ ആക്കി വെക്കാം. അത് കഴിഞ്ഞ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിക്കാം. 1/4 കപ്പ് മൈദയും 1/4 സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 സ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 സ്പൂൺ നട്ട്മഗിൻ്റെ പൗഡർ, ഏലക്കായും കറുകപ്പട്ടയും ഒരുമിച്ച് പൊടിച്ചത് 1/4 സ്പൂൺ, പിന്നെ 1/4 സ്പൂൺ ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് നമ്മൾ സോക്ക് ചെയ്ത ഈ ഫ്രൂട്ട്സിലേക്ക് ബദാമും കാഷ്യും ഞാൻ കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ അരിച്ചു വെച്ച ഇൻഗ്രീഡിയൻസിന് 1 സ്പൂൺ അതിലേക്കിട്ട് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. അതിന് 125 ഗ്രാം ബട്ടറും പിന്നെ 2 എഗ്ഗുമാണ് ഞാൻ എടുത്തത്. അത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് ഞാൻ ബ്രൗൺ ഷുഗറാണ് ആഡ് ചെയ്ത്. നിങ്ങൾക്ക് നമ്മുടെ സാധാ ഷുഗറും ആഡ് ചെയ്യാം കേട്ടോ. അത് 1/4 കപ്പ് ബ്രൗൺ ഷുഗർ ആട്ടോ ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് വാനില എസൻസും കുറച്ച് ഓറഞ്ച് ജ്യൂസും ഞാൻ മിക്സ് ചെയ്തായിരുന്നു. പിന്നെ 1/4 കപ്പ് ഷുഗർ കാരമൽ ചെയ്തതും മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കൂടി ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ കൂടി മിക്സ് ചെയ്ത് പിന്നെ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഇതുപോലെ ഒരു തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. പ്ലം കേക്കിന് ലൂസ് കൺസിസ്റ്റൻസി അല്ല നമുക്ക് വേണ്ടത്, തിക്കായിട്ടുള്ളതാണ് ബാറ്റർ ഇരിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ 7 inch മോൾഡിലേക്ക് അത് പകർത്താം. ഞാൻ 10 minutes 180 ഡിഗ്രിയിൽ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കാഷ്യും മുന്തിരിയും പിന്നെ ഞാൻ ട്യൂട്ടി ഫ്രൂട്ടിയൊക്കെ ആട്ടോ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് 35 minutes എനിക്ക് ബേക്ക് ചെയ്യേണ്ടി വന്നത് കേട്ടോ. ബേക്ക് എടുത്ത സമയം 35 to 40 വരെ വെക്കാം. നമുക്ക് ഇടയ്ക്കൊന്ന് എടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കണോണ്ട് കുഴപ്പമില്ല കേട്ടോ. വെന്തോ എന്നുള്ളതൊക്കെ ഉള്ളു വെന്തിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ. പ്ലം ആയതുകൊണ്ട് നമ്മൾ ഫ്രൂട്ട്സൊക്കെ നല്ല സോക്ക് ആയതുകൊണ്ട് കുഴപ്പമില്ല. അല്ലാതെ നമ്മൾ പെട്ടെന്ന് 2 ദിവസം കൊണ്ട് സോക്ക് ചെയ്യുന്നതാവുമ്പോൾ കുറച്ച് 40-45 minutes ഒക്കെ വേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് ഞാൻ കേക്കിൻ്റെ മുകളിൽ കുറച്ച് റമ്മ് തൂവി കൊടുത്തിട്ടുണ്ടായിരുന്നു. ശരിക്കും 2 ദിവസം ഇരുന്ന് നമ്മൾ കട്ട് ചെയ്യുമ്പോഴായിരിക്കും ഇതിൻ്റെ ടേസ്റ്റ് വരാം. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ട്രൈ ചെയ്യുക. അപ്പോൾ അത്രയ്ക്കുള്ളൂ. ബൈ.